ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പൊ എല്ലാവർക്കും എന്റെ ചാനലിലോട്ട് സ്വാഗതം. അപ്പൊ എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പൊ ഗൈസ്, ഇന്ന് ഞാൻ സംസാരിക്കാൻ പോണത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അതായത് നമ്മുടെ സിനിമാ നടൻ മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാലും മേജർ രവിയും തമ്മിലുള്ള ഒരു സോഷ്യൽ ഇഷ്യൂ ഉണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് വന്നിട്ടുള്ളത്. അപ്പൊ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ. അതായത് നമ്മുടെ വിസ്മയ മോഹൻലാൽ, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ ഇപ്പൊ ആദ്യത്തെ ഒരു സിനിമയിൽ തുടക്കം പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ തുടക്കമാവട്ടെ, എന്തായാലും നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ മകളല്ലേ, അപ്പൊ ഏത് ലെവലെത്തുന്നൊക്കെ നമുക്ക് നോക്കാട്ടോ. അപ്പൊ നമ്മുടെ ലാലേട്ടന്റെ മകൾ നല്ല ഈ ഓണത്തിന് ലാലേട്ടന്റെ മകളെ സിനിമ വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പൊ ഗൈസ്, ഞാൻ ഇഷ്യൂ എന്താന്ന് പറയാട്ടോ. അതായത് നമ്മുടെ ഡൽഹി പ്രക്ഷോഭം ഉണ്ടായിരുന്നില്ലേ, അതായത് വിദ്യാർത്ഥികള് ഡൽഹി പ്രക്ഷോഭത്തിന് കുറെ ജന്തർ മന്ത്രിൽ നമ്മുടെ ഡൽഹി പ്രക്ഷോഭത്തില് കുറെ വിദ്യാർത്ഥികൾക്ക് പരിക്കും കാര്യങ്ങളും പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിനെതിരെയായിട്ട് നമ്മുടെ അതായത് വിദ്യാർത്ഥികളെ അനുകൂലിച്ച് വിദ്യാർത്ഥികൾക്ക് നേരിടുന്ന ആക്രമണത്തെ കുറിച്ച് വിമർശിച്ച് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ വിസ്മയ മോഹൻലാൽ, അതായത് നമ്മുടെ താരപുത്രിയുടെ മകൾ വിസ്മയ മോഹൻലാൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ട് ഒരു പോസ്റ്റ് ഇട്ടു. പക്ഷെ അതിനെതിരായിട്ട് നമ്മുടെ മേജർ രവി അതിന് അനുകൂലമല്ലാത്ത രീതിയിൽ കമന്റ് ഇട്ടു. അതായത് ഈ പോസ്റ്റിന് അംഗീകരിക്കാത്ത രീതിയിലാണ് മേജർ രവി കമന്റ് ഇട്ടത്. അപ്പൊ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ വലിയ ഇഷ്യൂ ഇടയാക്കിട്ടോ. അതായത് ഒരുപാട് പേര് വിസ്മയ മോഹൻലാലിനെ പിന്തുണയ്ക്കുകയും അതുപോലെ തന്നെ മേജർ രവിയെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് വിസ്മയ മോഹൻലാലിനെ പിന്തുണയ്ക്കുക ചെയ്യുന്ന ആൾക്കാർ മേജർ രവിയെ കുറ്റപ്പെടുത്തുകയും മേജർ രവിയെ പിന്തുണയ്ക്കുന്ന ആൾക്കാർ നമ്മളെ വിസ്മയ മോഹൻലാലിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഗൈസ്, ഇതിനാളുടെ ഭാഗത്താണ് ശരി. ഞാൻ എന്റെ അഭിപ്രായം ഞാൻ പറയാം. ഞാൻ ഇതില് വിദ്യാർത്ഥികൾക്കൊപ്പമാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആ വിദ്യാർത്ഥികള് കഷ്ടപ്പെട്ട് എത്രയോ വർഷങ്ങൾക്ക് അതായത് ഒരുപാട് വർഷങ്ങളായിട്ടുണ്ടാവും ഇതിനൊരു ഈ ഒരു നല്ലൊരു നിലയിൽ എത്താൻ വേണ്ടി നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി പ്രയത്നിക്കുന്നു അല്ലെ. ആ വിദ്യാർത്ഥികൾ നടത്തിയൊരു ഇതായിരുന്നു. പക്ഷെ ഇതിൽ കുറെ ആൾക്കാരുണ്ട്, നമുക്ക് ഇതിൽ അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട്. അതായത് ഒരുപാട് വേറെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ അതിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. ഞാൻ വിദ്യാർത്ഥികൾക്ക് എതിരെ നടന്നിട്ടുള്ള ഒരു ഇതിനെ കുറിച്ച് പറയാം കേട്ടോ. നമുക്ക് വേറെ ഒന്നിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അവിടെ വിദ്യാർത്ഥികൾ നീറ്റ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്കെതിരെയാണ് ഞാൻ പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അവിടെ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെയാണ്. അപ്പൊ ഞാൻ വിസ്മയ മോഹൻലാലിന്റെ കൂടെ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. കാരണം ഏതൊരു നടിയാണെങ്കിലും ഏതൊരു മേഖലയിൽ നിൽക്കുന്ന ആളാണെങ്കിലും, കാരണം താരപുത്രിയുടെ മകളാണ്, ആ മകൾക്ക് അത് പറയേണ്ട ആവശ്യമില്ല. ഒന്നാമത് ഓലെ ഇതാക്കണ്ടേ അത്രയും ലെവലിൽ നിൽക്കുന്ന ഒരു വിസ്മയം, അതായത് ഒരു സ്ത്രീ പറയണമെന്നുണ്ടെങ്കിലും ആ സ്ത്രീ ഒരു താരജാട ഇല്ലാത്തൊരു പുത്രി ആയതുകൊണ്ട് തന്നെയല്ലേ. അത് മാത്രമല്ല, വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ട് ഒരു പോസ്റ്റ് ഇട്ടു. അത് വിസ്മയ മോഹൻലാൽ എന്നൊരു സ്ത്രീയുടെ അപ്പൊ ഗൈസ്, അത് വിസ്മയ മോഹൻലാൽ എന്ന വ്യക്തിയുടെ മനസ്സിന് തോന്നിയ ഒരു കാര്യം ജനങ്ങൾക്ക് മുന്നിൽ, അതായത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടു. അതായത് നമ്മുടെ വിദ്യാർത്ഥികളെ അനുകൂലിച്ച്. കാരണം വിദ്യാർത്ഥികള് അവിടെ ഒരുപാട് അതായത് ആക്രമിക്കപ്പെട്ടല്ലോ. അതായത് പോലീസിന്റെ അടിയും കാര്യങ്ങളും ഒക്കെ ഇതായപ്പോ അതിനെതിരെയായിട്ടാണ് പോസ്റ്റ് ഇട്ടത്. അപ്പൊ ഇതിനെ വിമർശിച്ചാണ് നമ്മളെ മേജർ രവി തിരിച്ച് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഈ ഒരു പോസ്റ്റിനെ അനുകൂലിക്കാതെ ഒരു പോസ്റ്റ് ഇട്ടു. ഇവർ തമ്മിൽ യാതൊരു പ്രശ്നവും കേട്ടോ. അതായത് ഇവർ തമ്മിൽ വേറെ പേഴ്സണലായിട്ട് യാതൊരു പ്രശ്നവും കാര്യങ്ങളോ ഇല്ല കേട്ടോ. ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ഈ ഒരു സോഷ്യൽ ആയിട്ടുള്ള, അതായത് ഡൽഹി പ്രക്ഷോഭത്തിനെതിരെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ട് നമ്മുടെ വിസ്മയ മോഹൻലാൽ ഒരു പോസ്റ്റ് ഇട്ടു. പക്ഷെ ആ പോസ്റ്റ് നമ്മുടെ മേജർ രവിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ മേജർ രവി അതിനെ തിരിച്ച് പോസ്റ്റ് ഇട്ടു. അപ്പൊ ഇതുമൂലം ഒരുപാട് ആൾക്കാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ ചർച്ചയിലായി. അതായത് ഒരുപാട് പേര് വിസ്മയനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേര് നമ്മുടെ മേജർ രവിയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഞാനിവിടെ അതിനെ കുറിച്ച് സംസാരിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ വിസ്മയ മോഹൻലാൽ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനെ കുറിച്ച് നമ്മുടെ മേജർ രവി പറയുന്ന കാര്യം എന്താ നോക്കാം. എനിക്ക് മായ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ കുട്ടിക്കാലം തൊട്ട് ജനിച്ച അന്ന് മുതലൊക്കെ ഞാൻ കാണുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിയുടെ സ്വഭാവം എന്താണെന്നുള്ളത് എനിക്കറിയാം. ആ കുട്ടിക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നോളജോ ഇതൊന്നുമില്ല. വളരെ ഹ്യൂമെയിൻ ആയിട്ടുള്ള, കുട്ടിക്കാലം മുതലൊക്കെ ഏതെങ്കിലും ഒരു ആനിമൽ, ഒരു നാൽക്കാലി, ഒരു പട്ടി, സ്ട്രേ ഡോഗിനെ പോലും കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പിറകിൽ കരഞ്ഞുകൊണ്ട് നടന്നിരുന്ന ഒരു മായനെ ഞാൻ കക്ഷിക്കുമെന്നും പറഞ്ഞുണ്ട്, അതിനെടുത്തോണ്ട് വരുമെന്നും പറഞ്ഞു. ഇപ്പൊ റീസെന്റ് ആയി നടന്നിട്ടുള്ള സംഭവം, ഈ കുട്ടി പഠിച്ചതും വളർന്നതെല്ലാം വിയറ്റ്നാമിലായിരുന്നു. അവിടെയുള്ള ഒരു സ്ട്രേ ഡോഗ്, ഒരു ഡോഗിനെ ഒരാള് ആക്രമിക്കുന്ന കണ്ടിട്ട് ആ കുട്ടി ആ ഡോഗിനെ അഡോപ്റ്റ് ചെയ്തിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് വഴി സംസാരിച്ച് പെർമിഷൻ എടുത്തുകൊണ്ടാണ് ആ ഡോഗിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവളുടെ വീട്ടിൽ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആ കുട്ടിയുടെ മനസ്സ്.
ഓക്കെ, ഇവിടെ മേജർ രവി ഇതിന് വിമർശിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു പോസ്റ്റിനെതിരായിട്ട് മേജർ രവിക്ക് വിമർശനം വേണം. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, അതായത് മായ, നമ്മുടെ വിസ്മയ മോഹൻലാലിനെ മായ എന്നാണ് വിളിക്കാറ്. നമുക്ക് എല്ലാവർക്കും, എല്ലാ പ്രേക്ഷകർക്കും അറിയാം, എല്ലാ ആൾക്കാർക്കും അറിയാം. അപ്പൊ ഈ മായ എന്ന വ്യക്തിയെ ചെറുപ്പം മുതലേ അറിയാം. അതായത് ചെറുപ്പം മുതലേ അറിയാം, ഒരു സാധാരണ എത്ര വലിയ സൂപ്പർ സ്റ്റാറിന്റെ മകളാണെങ്കിലും ഒരു താരചാര ഇല്ലാത്ത പുത്രിയാണ്. പിന്നെ അത് മാത്രമല്ല എല്ലാ മൃഗങ്ങളെയൊക്കെ സ്നേഹിക്കുന്നതാണ്. അതായത് വഴിയിൽ കാണുന്ന എല്ലാ പട്ടികളെയും എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു ഇതാണ്. പക്ഷെ അത്തരത്തിലുള്ള ഒരാളെ ഇവിടെ ഇവർക്ക് ഇങ്ങനെ പറയാൻ കഴിയില്ല. അത് മാത്രമല്ല ഇവിടെ പാർട്ടി സംബന്ധമായിട്ടുള്ളതോ രാഷ്ട്രീയപരമായിട്ടുള്ളതോ ഒന്നുമില്ല എന്നൊക്കെയാണ് മേജർ രവി പറയുന്നത്. അപ്പോൾ ഇത് പറയേണ്ട ഇവിടെ ആവശ്യം ഇവിടെ വരുന്നില്ല. കാരണം ഞാൻ ഇവിടെ കുറ്റം പറഞ്ഞില്ല. ഇവർ, ഞാൻ പറഞ്ഞല്ലോ, ഇവർക്ക് വേറെ ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു പോസ്റ്റിനെതിരായിട്ടാണ് ഞാൻ പറഞ്ഞത്. അതായത് എത്ര വലിയ ആളാണ് ആ ചെറുപ്പം മുതലുള്ള കുട്ടി, അവർക്ക് വർഷങ്ങളോളം പരിചയമുള്ള ആൾക്കാരാണ്. വർഷങ്ങളോളം എത്ര കാലമായിട്ട് അവർ ചെറുപ്പം മുതലേ കാണുന്ന ഒരാളാണ്. അപ്പൊ അതിനൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ ഇത്ര വലിയതായി, അതായത് ഇപ്പൊ ഒരു ഏജ് എത്തിയിട്ടുണ്ടല്ലോ, ഇപ്പൊ സത്യം ഏതാണെന്നും സത്യം ഏതല്ല എന്ന് തിരിച്ചറിയാനുള്ള കഴിവായിട്ടുണ്ടല്ലോ വിസ്മയ എന്ന മോഹൻലാൽ, അതായത് മായ എന്ന ഒരു പുത്രിക്ക്. അപ്പൊ ഇവിടെ ഒരു ഈ മേജർ രവി പറയുന്നുണ്ട്, ഇത് ആരും ഉപദ്രവിക്കാത്ത ഒരാളാണ്, രാഷ്ട്രീയപരമായിട്ടൊന്നുമില്ല. അപ്പോഴേ ഇവിടെ രാഷ്ട്രീയത്തെ എന്താണെന്ന് നമുക്ക് അറിയാട്ടോ. അപ്പൊ തന്നെ നമുക്ക് രാഷ്ട്രീയത്തെ എന്താണെന്ന് അറിയാം. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഏതൊരാളാണെങ്കിലും ഏതൊരു നടനാണെങ്കിലും ഏതൊരു മനുഷ്യനാണെങ്കിലും ഏതൊരു വ്യക്തി ആയിക്കോട്ടെ അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അത് ഏത് ചെറുപ്പം മുതലേയുള്ള സ്വഭാവം അതിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിലും നമ്മുടെ പ്രായത്തിനനുസരിച്ചുള്ള പ്രവർത്തിക്കാനുള്ള അറിവും കാര്യങ്ങളും നമുക്ക് ഉണ്ടാവും. അപ്പൊ ഇത്രയും വയസ്സായിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഡൽഹി പ്രക്ഷോഭത്തിന് അതായത് ആ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു പോസ്റ്റ് ഇട്ടു. അപ്പൊ അതിനെത്ര ന്യായീകരിച്ച് മെഴുകേണ്ട ആവശ്യം ഒരിക്കലും വരുന്നില്ല കേട്ടോ. പിന്നെ ഇതിനെ കുറിച്ച് നമ്മുടെ ഈ ഒരു ഇഷ്യൂവിനെ കുറിച്ച് നമ്മുടെ ഈ ഒരു ഇന്റർവ്യൂവിൽ വിസ്മയ മോഹൻലാൽ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അതുകൂടി കണ്ടിട്ട് വരാട്ടോ. എനിക്കറിയാം ഞാൻ എന്താ ഉദ്ദേശിച്ചത്, whatever, but and I know for myself. So if someone else misunderstands what I'm saying, that's their misunderstanding. I don't have to prove what I'm thinking or what I'm feeling, or I don't have to say no, it's like this, it's like that. I don't have to explain myself. If someone has a problem, they have a problem, and I can't do anything to fix that problem, and I don't have to. It's not on me to fix. ഞാൻ ഈ പറഞ്ഞ അഭിപ്രായത്തോട് ഇപ്പോഴും യോജിക്കുന്നുണ്ട്. തന്റെ അഭിപ്രായമാണ് താൻ പറഞ്ഞത്. താൻ 100% ശരി, സത്യസന്ധമായിട്ടുള്ള ഒരു ഇതുകൊണ്ടാണ് പറഞ്ഞത്. ഇതിൽ വിദ്യാർത്ഥികളെന്ന് അനുഭവിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾക്കെതിരായിട്ട് ആ ഒരു പോസ്റ്റാണ് ഇട്ടത്. അപ്പോൾ അതിന് ഞാൻ സത്യസന്ധമായിട്ട് ഞാൻ പറയാണ്, ഇപ്പോഴും ഞാൻ ആ ഒരു ഇതിനെ അംഗീകരിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ വിസ്മയ മോഹൻലാലിന്റെ ഇത് നമുക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ ലാലേട്ടനും കൂടി ഒരു ഇത് പറയുന്നുണ്ട്. അപ്പൊ ലാലേട്ടന്റെ ഭാഗം കൂടി നമുക്ക് കേട്ടു കേട്ടോ. അതിപ്പോ അങ്ങ് പറഞ്ഞ പോലെ ഇത് സോഷ്യൽ മീഡിയ പേടിച്ച് ജീവിക്കേണ്ട കാലമാണ്. പക്ഷെ അങ്ങനെ പേടിച്ച് നമുക്ക് ജീവിക്കാനാണെങ്കിൽ വരാതിരിക്കാനേ പറ്റും, ഒന്നും പറയാതിരിക്കാനേ പറ്റും. ഈ ഫേസ്ലെസ് ആയിട്ടുള്ള ആൾക്കാരാണ് അവർക്ക്. ഇപ്പൊ പണ്ട് ഞാൻ ഒരിക്കലും ആരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, അപ്പോൾ പണ്ടും ഉണ്ടായിരുന്നു ലാൽ, അന്ന് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇതിലൊന്നും വരില്ലായിരുന്നു. ഞാൻ പറഞ്ഞ എന്താണ്, നമ്മളെ അറിയാതെ പ്രാഗുമായിരുന്നു. അതൊരു വേറൊരു തലത്തിൽ നിന്നുള്ള ഒരു ആൻസറാണ്. അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഒരു സന്തോഷമുള്ള ആൾക്കാരുണ്ട് അല്ലെ, ഒരു എക്സ്റ്റസി, ഒരു പെപ്പപ്പ് കിട്ടുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ആൾക്കാരുണ്ട്, അവർ ലെറ്റ് ദം ബി ഹാപ്പി. അതാണ്. ഓക്കെ, അപ്പൊ ലാലേട്ടൻ പറഞ്ഞത് നമുക്കിവിടെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നത് ലാലേട്ടൻ വിസ്മയ മോഹൻലാൽ എന്നതിന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ട്. കാരണം എല്ലാവർക്കും അവരുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അതായത് മറ്റുള്ളവർ വേദനിക്കാത്ത തരത്തിലുള്ള പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് കേട്ടോ. ഏതൊരു വ്യക്തിയാണെങ്കിലും ഇപ്പം നമ്മുടെ ലോകത്ത്, നമ്മളൊരു ജനാധിപത്യ രാജ്യമാണല്ലോ, അപ്പൊ നമുക്ക് എന്ത് കാര്യങ്ങളും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അതായത് ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അത് വേറെ ഒന്നുമല്ലല്ലോ, വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടല്ല ഒരു പോസ്റ്റ് ഇട്ടത്. ആ വിദ്യാർത്ഥികൾ അന്ന് അനുഭവിച്ചിട്ടിരുന്ന കഷ്ടപ്പാടുകളും അന്ന് അനുഭവിച്ചിരുന്ന വേദനകൾക്കെതിരായിട്ടാണ് ഒരു പോസ്റ്റ് ഇട്ടത്. അത് ആ വിദ്യാർത്ഥികളോട് തോന്നുന്ന ഒരു സ്നേഹം കൊണ്ടാണ്. അപ്പൊ നമ്മള് നല്ലത് പറയുമ്പോൾ നല്ലത് തന്നെ സ്വീകരിക്കുക, അതിന് മോശം കാണരുത് കേട്ടോ എന്ന അഭിപ്രായമാണ് കേട്ടോ എനിക്ക്. അപ്പൊ ഞാൻ വിസ്മയ മോഹൻലാലിന്റെ ആ പോസ്റ്റിനെ യോജിച്ച് പോവാണ് കേട്ടോ. പിന്നെ ഇവിടെ പറയുന്നുണ്ട് നമ്മുടെ മേജർ രവി സാർ പറയുന്നുണ്ട്, പട്ടികളെയൊക്കെ ഒരുപാട് ഇഷ്ടമാണെന്ന്. അതായത് ഒരു പട്ടിയും വിയറ്റ്നാമിലാണ് പഠിച്ചത്. അതായത് വിയറ്റ്നാം, അവിടെയാണ് അമേരിക്കയിലല്ലേ വിയറ്റ്നാം, ഓക്കെ, അവിടെയാണ് പഠിച്ചത്. അപ്പൊ അവിടുത്തെ ഒരു പട്ടിയെ ആരോ ഉപദ്രവിക്കുന്ന കണ്ടപ്പോൾ ആ പട്ടിയെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നതാണ്. അപ്പൊ നമുക്ക് ആ ഒരു വീഡിയോ അതൊരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ലാലേട്ടൻ വിസ്മയൊക്കെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ഈ ഒരു പട്ടിയെ കുറിച്ച്. നമുക്ക് ആ ഒരു വീഡിയോ കൂടി കണ്ടിട്ട് വരാം. അപ്പൊ എന്തായാലും ഈ മേജർ രവി സാർ ഇതിന് പറഞ്ഞതാണല്ലോ, നമുക്ക് സത്യാവസ്ഥ അറിയണ്ടേ. അപ്പൊ നമുക്ക് അതൊന്ന് കണ്ടുവരാം. ഈ മക്കൾ നിലയ്ക്ക് പ്രണവായാലും ശരി, വിസ്മയായാലും ശരി, അഭിമാനം തോന്നുന്ന ഓരോ മൊമെന്റ്സ് ഒക്കെ ചിലപ്പോൾ നിങ്ങൾ ഉള്ളിൽ കരുതിയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ എൻ്റെ പട്ടിയെ കൊണ്ടുവന്നപ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനം. ആ പട്ടി ആദ്യം കടിച്ച തന്നെയാണ്. ഓക്കെ, കടിച്ചില്ല,
അല്ല കടിച്ചില്ല. വലിയ പട്ടി അത് ഭയങ്കര അബ്യൂസ്ഡ് ഡോഗാണ്. ഇപ്പോഴും അത് ശരിയായിട്ടില്ല. അതിന് ഒരു സ്പാനിഷ് ഡോഗാണ്, സ്പെയിനിൽ നിന്ന് കൊണ്ടുവന്ന പട്ടിയാണ്. അപ്പോൾ സ്പെയിനല്ല, ആ പയ്യനല്ലേ? ഓക്കെ സ്പെയിനല്ല. വാട്ട് ഹാപ്പൻ വാസ്, ആരോ ഈ പട്ടീനെ എവിടെയിരുന്നോ ലൈക്ക് ഐ തിങ്ക് എന്തൊക്കെയോ ചെയ്ത് കൊണ്ടുവന്നു. പിന്നെ ആ പട്ടി അബാൻഡൻ ചെയ്തിട്ട് ഒരു വീട്ടിൽ പൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നോ ഫുഡ്, നോ വാട്ടർ. ആൻഡ് ഹീ ലൈക്ക് ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് ആ നെയ്ബേഴ്സ് കംപ്ലെയിൻ ചെയ്തു. പിന്നെ അവർ ഒരു ജിമ്മിൻ്റെ ഔട്ട്സൈഡ് ഓഫ് ദ ജിം ദേ ജസ്റ്റ് ടൈഡ് ഹിം. ആൻഡ് അവർ ആർക്കും അറിഞ്ഞില്ല എന്ത് ചെയ്യാനോ. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ദേ വർ തിങ്കിങ് ഓഫ് പുട്ടിങ് ഹിം ഡൗൺ. ഞാൻ പറഞ്ഞു അല്ല, ലൈക്ക് ഐ വിൽ കീപ്പ് ഹിം. ഒരാഴ്ച ഞാൻ വെച്ചിട്ട് ഐ വിൽ ഫൈൻഡ് സംബഡി ടു അഡോപ്റ്റ് ഹിം. പക്ഷേ പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങനെ നമ്മളെ തന്നെ അഡോപ്റ്റ് ചെയ്തു. അല്ല, അവിടെ വീട്ടിൽ ഇഷ്ടംമാതിരി പട്ടിയുണ്ട് വേറെ. എവിടെയാണ് അപ്പോൾ ഈ ഒരു സ്ട്രേ ഡോഗിനെ ദത്തെടുത്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ തോന്നിയത് എവിടെയാണ്? അപ്പോൾ ആ ഒരു ഇഷ്ടംമാരുണ്ട്. ഇത് സ്ട്രേ ഡോഗ് ഒന്നുമില്ല. സ്ട്രേ ഡോഗ് അല്ല, അങ്ങനെയാണ് ഞങ്ങൾ കേട്ട വാർത്ത, അതുകൊണ്ട് ചോദിച്ചാണ്. അല്ല, അതിപ്പോൾ എവിടെ കണ്ടാലും റെസ്ക്യൂ ചെയ്യും. പറഞ്ഞാൽ നമ്മുടെ വീടിന് മുമ്പ് തന്നെ ഒരു സമയത്ത് അറ്റ് വൺ ടൈം ഒരു 13 സ്ട്രേ ഡോഗ്സ് ഉണ്ട്. അവർക്ക് ഭക്ഷണം കൊടുക്കണം, അതൊക്കെ ഭയങ്കര കണ്ടീഷനായിരുന്നു നമുക്ക്. അവിടെ 13 വന്നു, അത് കഴിഞ്ഞ് മായ പോയി. അത് നമ്മളുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആയി മാറി. എന്ന് വെച്ചാൽ അവിടെ നമ്മൾ ഡെയിലി സെക്യൂരിറ്റി വാച്ച്മാൻ എല്ലാവർക്കും പാത്രം വെക്കണം, ഭക്ഷണം വെക്കണം, അതിന്റെ വീഡിയോ എടുക്കണം, മായക്ക് അയക്കണം. ബിക്കോസ് ഞാൻ അത് ഡെയിലി ചെയ്യായിരുന്നു. പിന്നെ ഞാൻ പോയി, ഐ വാസ് ഫീലിംഗ് സാഡ്. അവര് ദെൻ ദേ ഡിപെൻഡന്റ് ഓൺ അസ് അല്ലേ. സോ ജസ്റ്റ് ടു മേക്ക് ഷുവർ. മോഹൻലാൽ എന്ന നമ്മുടെ മോഹൻലാലിന്റെ മകൾ ഇത്രയും മനുഷ്യത്വമുള്ള ആളാണെന്ന് എനിക്ക് മനസ്സിലായത് ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം കേട്ടോ. മേജർ രവി സാർ പറഞ്ഞ കാര്യമുണ്ട്. അതായത് അതായത് ഒരു മൃഗങ്ങളെ പോലും ഉപദ്രവിക്കുന്നത് തന്റെ പുത്രിക്ക് ഇഷ്ടമില്ല. അപ്പോ ഓക്കെ, ശരിയാണ് സാർ പറഞ്ഞത്. പുത്രിക്ക് ആ ഒരു മായ എന്ന മോക്ക് ഇഷ്ടമില്ല. അതായത് അവിടെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു പട്ടിയെ ഉപദ്രവിക്കുന്ന കണ്ടപ്പോൾ അവിടെ പോയിട്ട് കേസ് നടത്തി ആ പട്ടിയെ തന്റെ വീട്ടിലേക്ക്, അതായത് മോഹൻലാലിന്റെ നമ്മുടെ താരരാജാവിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അത് അതിന്റെ സ്നേഹവും മനുഷ്യത്വമൊക്കെ കാരണം കൊണ്ടാണ്. അതും പിന്നെ ബ്ലഗീകരിച്ചിട്ടോ, അതൊക്കെ ന്യായം ഉള്ള കാര്യം. പക്ഷെ ഏതൊരു മനുഷ്യത്വമുള്ളതാണെങ്കിലും അപ്പോ ഈ മൃഗങ്ങളോടുള്ള സ്നേഹം പോലെ തന്നെയല്ലേ ഈ അതായത് ഈ മനുഷ്യന്മാരോട് കാട്ടിയതല്ലേ. അതായത് ഈ പട്ടികളോടുള്ള സ്നേഹം തന്നെ മനുഷ്യന്മാരോട് എല്ലാവരോടും വേണ്ട, എല്ലാ ജീവജാലങ്ങളോടും സ്നേഹം ഉള്ളത് കൊണ്ടാണ് ആ ഒരു വിദ്യാർത്ഥികൾക്കായിട്ട് വിസ്മയ മോഹൻലാൽ പ്രതിഷേധിച്ചത്. അപ്പൊ ഇതില് എല്ലാവർക്കും അവൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അല്ലാതെ ഇയാളെങ്ങനെയാണ്, മറ്റാളെങ്ങനെയാണ്, എന്റെ കൂടെ ബലം ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പറയാതെക്കണോ? നമ്മുടെ സ്വാതന്ത്ര്യം നമ്മളെ ഇതല്ലേ. അപ്പൊ അതേപോലെ തന്നെ വിസ്മയ മോഹൻലാൽ ഏതൊരു നല്ല മനുഷ്യത്തുള്ള ആളാണെങ്കിലും അല്ലാതെ ആണെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന് പോസിറ്റീവ് നല്ല കാര്യം. അപ്പൊ അതില് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ട് കുറെ കമന്റ്സ് വരുന്നുണ്ട്. നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ എന്റെ പിന്നെ ഈ ഒരു ഞാൻ ഒരിക്കലും സാറിന് കളിയാക്കല്ല കേട്ടോ. മേജർ രവി സാർ ഒരുപാട് നമുക്ക് അറിയപ്പെടുന്ന ഒരാളാണ്, നല്ല വ്യക്തിയാണ്. ഈ ഒരു പോസ്റ്റ് ഇട്ടപ്പോ മേജർ രവി സാറിന് ഒരുപാട് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ട് കമന്റ്സ് ഇട്ടും. അപ്പൊ ഞാൻ ഒന്നും ഉണ്ടായിട്ട് പറയില്ല. ഞാൻ പേഴ്സണലി സാറിന് ഇതാക്കാൻ വേണ്ടി പറയല്ല. ഞാൻ എന്റെ അഭിപ്രായമാണ് പറഞ്ഞത്. ഞാൻ ആ വിദ്യാർത്ഥികളോട് കൂടെയാണ്. അന്ന് ആ വിദ്യാർത്ഥികൾ അനുഭവിച്ച ഇതിനെതിരായിട്ട് ഒരു നല്ലൊരു പോസ്റ്റ് ഇട്ടു. അപ്പൊ ആ ഒരു പോസ്റ്റിനെതിരായിട്ടാണ് താങ്കൾ പോസ്റ്റ് ഇട്ടെന്ന് അറിയാം. പക്ഷെ ഇവിടെ ഞാൻ എന്റെ മനസ്സുകൊണ്ട് ഞാൻ യോജിക്കുന്നത് വിസ്മയ മോഹൻലാൽ എന്നൊരു നടിയുടെ വിസ്മയ മോഹൻലാൽ എന്ന വ്യക്തിയുടെ കൂടെ തന്നെ കേട്ടോ. കാരണം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ്. വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന് എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. അവിടെ വിഷം പറഞ്ഞിട്ടാണ് അന്ന് അവിടെ പോസ്റ്റ് ഇട്ടത്. അപ്പൊ ഞാൻ അതിന്റെ കൂടെയാണ്. അപ്പൊ എന്തായാലും നമ്മുടെ മേജർ രവി സാറിന് ഒരു ട്രോൾ ചെയ്യുന്ന ഒരു വീഡിയോ കൂടി ഞാൻ കാണിച്ചു കേട്ടോ. മേജർ രവി അങ്കിൾ രാജ്യത്തെ കുട്ടികളെ അഭിസംബോധന ചെയ്യുന്നു. കുട്ടികളെ പോലെ പെരുമാറണം എന്ന് വെച്ചാൽ സമരത്തിനൊന്നും പോയി സമയം കളയരുത് എന്ന്. തിരിച്ചു കിട്ടും മക്കളെ. അതിൽ നിന്നും നോക്കിയിട്ട് ഒരു കാര്യമില്ല. രവി അങ്കിൾ ഇത് വെറുതെ പറയുന്നതല്ലെന്ന് മക്കൾ മനസ്സിലാക്കണം. ഞാൻ ഇതിനകത്ത് കുറെ സ്റ്റഡീസ് നടത്തിയിട്ടാണ് ഇപ്പൊ 2 ദിവസം കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത്. അതിന്റെ രേഖ അങ്ങോട്ട് കാണിച്ചു കൊടുക്കാം അങ്കിൾ. ഇത് നോക്കൂ. ഇതെന്തോന്ന് ഇങ്ങനെ തലതിരിച്ച് പിടിച്ചിട്ട് എന്തോന്ന് നോക്കാൻ? അങ്കിൾ കാര്യം പറ. ഈ വാൻഡ്രൂസനോ? അതാര്? സോണം വാങ്ചുക്കിനെ എനിക്ക് ആരോ എന്തോ ഈ വാങ്ചുക്കിനെ സോനം വാങ്ങിച്ചു. ഇനി പറ. തുടങ്ങിയിരിക്കുന്ന അമേരിക്കയിൽ നിന്ന് സോറോസിന്റെ ഫണ്ട് വാങ്ങി സമരം നടത്തിയവനെയാണോ കേന്ദ്രമന്ത്രിമാർ അങ്ങോട്ട് ചെന്ന് വായിൽ ഭക്ഷണം വെച്ചു കൊടുത്ത് സമരം നിർത്തിച്ചത്? എവ്രി വേർഡ് അവിടെ ടിവിക്ക് മുന്നിൽ നടക്കുന്ന ഷോ ഓഫ്.
ഇതിനകത്ത് കുറച്ച് ആർട്ടിസ്റ്റുകൾ പോയിട്ട് അവിടെ ഷോ. ഈ വെറും ഷോ കണ്ടിട്ട് ഒരു മന്ത്രിയെ കൊണ്ട് രാജിവെപ്പിച്ച നരേന്ദ്രമോദിയൊക്കെ എന്തൊരു മനുഷ്യനാണ്. നിങ്ങളുടെ ഫ്രണ്ടിന്റെ മകളുടെ കാര്യം എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം കുറച്ച് ആൾക്കാരെ എനിക്ക് വിളിക്കുന്നു. കുട്ടികൾക്ക് മൊത്തത്തിൽ കൊടുക്കുന്ന ഉപദേശം പോരാഞ്ഞിട്ട് ഫ്രണ്ട്സിന്റെ മക്കൾക്ക് പ്രത്യേക ഉപദേശവും അങ്കിൾ നൽകും. എനിക്ക് മായ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ കുട്ടിക്കാലം തൊട്ട് ജനിച്ച അന്ന് മുതലൊക്കെ ഞാൻ കാണുന്ന ഒരു കുട്ടിയാണ്. ജനിച്ച അന്ന് മുതൽ ഈ അങ്കിളിനെ കാണേണ്ടി വരുന്ന ആ കുട്ടിയുടെ കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. ആ കുട്ടിയുടെ സ്വഭാവം എന്താണെന്നുള്ളത് എനിക്കറിയാം. അങ്കിളിന് അറിയാത്ത ഒരു സ്വഭാവവും കുട്ടിക്കില്ല. ആ കുട്ടിക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നോളജോ ഇതൊന്നുമില്ല. കുട്ടിക്ക് വയസ്സ് 10-30 കഴിഞ്ഞെങ്കിലും രാഷ്ട്രീയം അറിയാം എന്നുള്ളതിന്റെ സർട്ടിഫിക്കറ്റ് അങ്കിൾ ഇതുവരെ കൊടുത്തിട്ടില്ല. ഈ കുട്ടി പഠിച്ചതും വളർന്നതെല്ലാം വിയറ്റ്നാമിലായിരുന്നു. അമേരിക്കയെ യുദ്ധം ചെയ്ത് ഓടിച്ച വിയറ്റ്നാം. രാഷ്ട്രീയമേ ഇല്ല അവിടെ. ഞാൻ അറിയുന്ന മായ എന്ന് പറയുന്ന കുട്ടിക്ക് ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള സംഭവം ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അറിയില്ല. രാഷ്ട്രീയം എന്തെങ്കിലും അറിയാമായിരുന്നെങ്കിൽ ആദ്യം അങ്കിളിനെ തന്നെ വിളിച്ച ആ കാര്യം പറഞ്ഞു. ആ കുട്ടിയുടെ ആ ഒരു വികാരമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പൊതു കാര്യങ്ങളിലുള്ള ആ വികാരമല്ലേ സാറേ രാഷ്ട്രീയം? അതിനുശേഷം പിന്നീട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാനിതുവരെ സംസാരിച്ചിട്ടില്ല. സംസാരിക്കാനൊക്കെ ഇങ്ങനെ ഒരു അങ്കിളുള്ള കുട്ടി എത്ര ഭാഗ്യം ചെയ്ത ആളാണ്. പലതും മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മനസ്സിലാവുന്നതുമാണ്. നിങ്ങളായി നിങ്ങളുടെ കുട്ടികളായി ഇനി നിങ്ങൾക്കിരുന്ന് എന്നെ തെളിവിക്കാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. കാര്യമുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഗൈസ്, ഞാൻ ഇവിടെ ആരെയും ഞാൻ കുറ്റം പറയുന്നില്ല കേട്ടോ. ഞാൻ എന്റെ വീഡിയോയിൽ എന്ന് പറയുന്ന പോലെ തന്നെ മേജർ രവി സാർ എന്ന സാറിന് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അദ്ദേഹം നമ്മുടെ ഒരുപാട് സിനിമകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മുടെ മിലിറ്ററി ഓഫീസറാണ്. അപ്പൊ അതൊക്കെ ശരിയാണ്. സാറിന് ഒരിക്കലും ഞാൻ കുറ്റം പറയുന്നില്ല. എനിക്ക് എപ്പോഴും ബഹുമാനം കാര്യങ്ങളുണ്ട്. കാരണം അത്രയും നല്ലൊരു മനുഷ്യന് ഉടമ തന്നെയാണ്. പക്ഷെ നമ്മുടെ ഈ ഒരു കമന്റില് ഈ ഒരു വിമർശനത്തിനോടാണ് ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞത് കേട്ടോ. കാരണം നമ്മുടെ സിനിമാ നടൻ മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ ഒരു കമന്റ് ഇട്ടു നമ്മുടെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനെതിരായിട്ട്. അതായത് വിദ്യാർത്ഥികളുടെ വേദന അറിഞ്ഞ് ഒരു കമന്റ് ഇട്ടു. അപ്പൊ അതിനെതിരായിട്ട് സാറ് വിമർശനമായിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ്. അല്ലാതെ എനിക്ക് പേഴ്സണലി ആയിട്ട് യാതൊരു ഇതുമില്ല. ഞാൻ എന്റെ അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പൊ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾ ആരുടെ കൂടെയാണ്? നിങ്ങളുടെ ആരുടെ അഭിപ്രായത്തിനോട് യോജിക്കുന്നു? നമ്മുടെ വിസ്മയ മോഹൻലാലിനോടാണോ അതേപോലെ തന്നെ മേജർ രവി സാറിനോടാണോ യോജിക്കുന്നത് എന്ന് എല്ലാവരും കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഗൈസ്, ഓക്കെ, ബൈ.